നെയ്മർ ഫാൻസിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. അറിയാലോ, കഴിഞ്ഞ ബ്രസീലിയൻ ഫീഫയുടെ അവസാനം 3 മത്സരങ്ങൾ ബാക്കിയിരിക്കെ നെയ്മറിന് ഒരു ഇഞ്ചുറി പറ്റിയിരുന്നു. അതിനുശേഷം നെയ്മറിന് ആ ഒരു ഇഞ്ചുറിയെ തുടർന്ന് 2025 കളിക്കാൻ കഴിയത്തില്ല എന്ന രീതിയിൽ നെയ്മർ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. താരത്തിന് ഒരു സർജറി ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. എന്നാൽ സർജറി ഒന്നും എനിക്ക് വേണ്ട, ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ടീമിന് വേണ്ടി കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മർ ആ ഇഞ്ചുറിയും വെച്ച് കഴിഞ്ഞ സീസണിലെ അവസാന 3 മത്സരങ്ങൾ കളിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമല്ലായിരുന്നു, നെയ്മറിനെ വളർത്തി വലുതാക്കിയിട്ടുള്ള തൻ്റെ ക്ലബ്ബായിട്ടുള്ള സാന്തോസ് റെലഗേഷൻ എന്നൊരു നാണക്കേടിന്റെ വക്കിലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തൻ്റെ ടീമിനെ രക്ഷിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു നെയ്മർ ഉണ്ടായിരുന്നത്. നെയ്മർ പരിക്ക് വെച്ച ആ 3 മത്സരങ്ങൾ കളിച്ചു, ഹാട്രിക് നേടി, ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകി, ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി. 3 മത്സരവും സാന്തോസ് ജയിച്ചു. സാന്തോസ് റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം നെയ്മർ കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതിയായിരുന്നു സർജറി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സർജറിക്ക് ശേഷം അദ്ദേഹം റിക്കവറി പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നെയ്മർ ജിം ട്രെയിനിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയാലോ, ആദ്യം ഒരു ഇഞ്ചുറി പറ്റിയതിനു ശേഷം റിക്കവറി പ്രോസസ്സ് എന്ന നിലയിൽ സർജറി ഒക്കെ കഴിയുകയാണെങ്കിൽ ആദ്യം ജിം ട്രെയിനിങ് തുടങ്ങും, പിന്നെ ഇൻഡിവിജ്വൽ ട്രെയിനിങ്, ഗ്രൗണ്ട് ട്രെയിനിങ്, പിന്നെ അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഗ്രൗണ്ട് ട്രെയിനിങ്. ഇതാണ് നോർമലി ഉള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള ജിം ട്രെയിനിങ് നെയ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മറിനെ സംബന്ധിച്ച് 2026 വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വർഷമാണ്. കാരണം അറിയാലോ, ഫുട്ബോൾ ലോകത്തിന് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വർഷമാണ് 2026. ഈ വർഷം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. നെയ്മറിന് വേൾഡ് കപ്പ് നേടാൻ ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കാം ഒരു പക്ഷേ വരുന്ന വേൾഡ് കപ്പ്. അറിയാലോ, ഇഞ്ചുറീസിന് പുറകെ ഇഞ്ചുറീസ് ആണ് നെയ്മറിന് വന്നുകൊണ്ടേയിരുന്നത്. പരിക്ക് കാരണം വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് നെയ്മർ. അറിയാലോ, 2023 ഒക്ടോബറിലായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയൊരു ഇഞ്ചുറി പറ്റിയിരുന്നത്. വലിയ രീതിയിൽ അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്തു ആ ഒരു ഇഞ്ചുറി റിക്കവറായി വരാൻ വേണ്ടി. അതിനുശേഷം തുടർച്ചയായിട്ട് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി വന്നതിന് ശേഷവും തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. തികച്ചൊരു 10 മത്സരം കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ബ്രസീലിന് വേണ്ടിയും അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. ബ്രസീലിലെ കോച്ച് മാറി. അറിയാലോ, കാർലോ ആഞ്ചലോട്ടി എത്തി. ആഞ്ചലോട്ടിയെ സംബന്ധിച്ച് 2026 വേൾഡ് കപ്പിൽ വലിയൊരു പ്രതീക്ഷയാണ് ആഞ്ചലോട്ടിയുടെ പുറത്ത് ബ്രസീൽ ആരാധകർ മൊത്തം വെച്ചിരിക്കുന്നത്. അറിയാലോ, വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണ് ആഞ്ചലോട്ടി. നെയ്മറിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തത്തില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. അതിനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. അറിയാലോ, യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ എല്ലാ ലീഗിലും കപ്പടിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ് ആഞ്ചലോട്ടിക്ക് അറിയാം, ബ്രസീലിൽ നിലവിൽ കളിക്കുന്നവരിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് താരം അത് നെയ്മറാണ്. അറിയാലോ, ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഏറ്റവും ശക്തമായ ആയുധവും കൊണ്ടായിരിക്കും അവർ പോവുക. ബുദ്ധിയുള്ളവർ അങ്ങനെയാണ്. ആഞ്ചലോട്ടിയെ സംബന്ധിച്ച് നെയ്മർ ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ നെയ്മർ എന്തായാലും സ്ക്വാഡിൽ ഉൾപ്പെടുത്തും. ഇതുവരെ അദ്ദേഹം കളിപ്പിച്ചിട്ടില്ല, കാരണം ഇഞ്ചുറി റിക്കവറായി വന്ന് ആ ഒരു സ്ക്വാഡിൽ ഇടം പിടിക്കും എന്നാകുമ്പോൾ വീണ്ടും ഇഞ്ചുറി പറ്റും. ആ ഒരു അവസ്ഥയായിരുന്നു. വേൾഡ് കപ്പിന് നെയ്മർ എന്തായാലും കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ വരുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 സീസൺ എൻഡിങ് വരെ സാന്തോസുമായിട്ട് ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം നെയ്മർ എടുത്തിട്ടുണ്ട്. നെയ്മർ സാന്തോസുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സാന്തോസിൽ തന്നെ തുടരും. അതിനുശേഷം വേൾഡ് കപ്പ് കളിക്കും എന്നതാണ് നെയ്മറിന്റെ പ്ലാൻ എന്നാണ് പറയാൻ കഴിയുന്നത്. അറിയാലോ, ബ്രസീൽ എന്ന ടീമിനെ സംബന്ധിച്ച് അവർക്ക് കുറേ ലെജൻസ് ഉണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പറയേണ്ടി വരും. പെലെ, റൊണാൾഡോ ഞാൻ പറഞ്ഞുകൊണ്ടേ. അങ്ങനെയുള്ള ലെജൻസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഗോൾ ബ്രസീലിന് വേണ്ടി സ്കോർ ചെയ്തതും ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ബ്രസീലിന് വേണ്ടി നൽകിയിട്ടുള്ളതും, അതായത് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള താരം ഈ പരിക്ക് കാരണം കരിയറിന്റെ പകുതിയോളം മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള നെയ്മറാണ്. പരിക്കില്ലായിരുന്നെങ്കിൽ നെയ്മറിന്റെ കരിയർ വേറെ എവിടെയോ പോകേണ്ട ഒരു കരിയറായിരുന്നു. പരിക്കുകൾ കാരണം ഈ ഒരു രീതിയിലേക്ക് എത്തി. ഇപ്പോഴും നെയ്മറിന്റെ ഒരു സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ താരത്തിന്റെ സ്റ്റാറ്റ്സ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും കിടിലനായിട്ടൊരു ലെജൻഡറി സ്റ്റാറ്റ്സ് ഇപ്പോൾ നെയ്മറിനുണ്ട്. അപ്പോൾ നെയ്മറിനെ സംബന്ധിച്ച് 2026 വലിയൊരു അച്ചീവ്മെന്റ് അദ്ദേഹത്തിന് നേടേണ്ടതുണ്ട്. വേൾഡ് കപ്പ് എന്നൊരു അച്ചീവ്മെന്റ്, തന്റെ രാജ്യത്തിന് ഒരു വേൾഡ് കപ്പ് സമ്മാനിക്കേണ്ട ഒരു ഇയർ ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2030 വേൾഡ് കപ്പിന് നെയ്മറിന് കളിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാലോ, കഴിഞ്ഞ ഒരു ഇഞ്ചുറി പറ്റി നെയ്മർ കഷ്ടപ്പെട്ട സമയത്ത് ഫുട്ബോളിൽ നിന്ന് റിട്ടയർഡ് ചെയ്താലോ എന്ന് വരെ നെയ്മർ ആലോചിച്ചിട്ടുണ്ട്. നെയ്മറിന്റെ അച്ഛനും നെയ്മറിന്റെ ഏജന്റും ഒരാളാണ്. അപ്പൊ അദ്ദേഹം തന്നെ, നെയ്മറിന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റിക്കവറി പ്രോസസ്സിന്റെ ടൈമിൽ അത്രയും കഷ്ടപ്പെട്ടിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും നെയ്മർ. ആ ഒരു സമയത്ത് നെയ്മർ റിട്ടയർഡ് ചെയ്ത് പോയാലോ എന്ന് വരെ ആലോചിച്ചിരുന്നു എന്ന് നെയ്മറിന്റെ അച്ഛൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക് ഈ 2026 ആയിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ വേൾഡ് കപ്പായി മാറാൻ സാധ്യത. ബ്രസീലിന്റെ 10ാം നമ്പർ നെയ്മറിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ ഇടാൻ ഇപ്പോൾ ക്വാളിറ്റിയുള്ള കുറേ താരങ്ങളുണ്ട്. ബ്രസീലിന് ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട്. എന്നാൽ ബ്രസീലിയൻ ടീമിൽ പെർഫോമൻസ് ചെയ്യുന്ന താരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമില്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ബ്രസീലിൻ്റെ ആ ഒരു കഴിഞ്ഞകാല മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്രസീലിന് വേണ്ടി മികച്ച പ്രകടനം ആരും നടത്തിയിട്ടില്ല. ആ ഒരു 10ാം നമ്പർ ആർക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കറന്റ്. ആ ഒരു 10ാം നമ്പറിലേക്ക് നെയ്മർ തിരിച്ചു വരുന്നത് കാണാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നെയ്മർ ആരാധകരും ആഗ്രഹിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ്.